വെളിപ്പെടുത്തലിൽ നിർണായക നീക്കങ്ങളുമായി SIT മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സ്ഥലം പരിശോധിക്കാനാണ് ആലോചന. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് 15 മണിക്കൂറോളം നീണ്ടു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടന്ന് ഏറെ നാളുകൾ പിന്നിട്ട് കഴിഞ്ഞാണ് ആദ്യമായി ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിനു പിന്നാലെയാണ് സുപ്രധാന നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നത്. നാളെ തൊട്ട് ഈ ശരിയായ രീതിയിൽ ഒരു അന്വേഷണം തുടങ്ങും എന്നതാണോ നമുക്കിപ്പോൾ കിട്ടുന്ന സൂചനകൾ? തീർച്ചയായും അത്തരത്തിലാണ് ഇപ്പോൾ SIT സംഘത്തിന്റെ നീക്കം എന്ന് വേണം കരുതാൻ. ഇതിൽ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നത്. അതിനു മുന്നോടിയായാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ നടന്നത്. 2 ദിവസങ്ങളിലായി 15 മണിക്കൂറാണ് മൊഴിയെടുക്കൽ നീണ്ടുനിന്നത്. അതായത് കോടതിയിൽ രഹസ്യമൊഴിയായി 2 മണിക്കൂർ നൽകിയ സംഭവം SITക്ക് മുന്നിൽ 15 മണിക്കൂർ ഇദ്ദേഹം ഈ ശുചീകരണ തൊഴിലാളി നൽകി എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇത്തരത്തിൽ 100ഓളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹം SITക്ക് മുന്നിൽ ആവർത്തിച്ചു. ഇതാരാണ് തന്നോട് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്, ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി തന്നോട് ചെയ്യിപ്പിച്ചത്? ആ സൂപ്പർവൈസർമാരാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതുകൂടാതെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇത് കുഴിച്ചിട്ടുണ്ടെന്ന് തനിക്കറിയാം, താനത് കൃത്യമായി പുറത്തെടുത്തു തരാം എന്ന് SITക്ക് മുന്നിൽ ഈ ശുചീകരണ തൊഴിലാളി ഇന്നും ആവർത്തിച്ചു. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ തെളിവെടുപ്പൊക്കെ മൊഴിയെടുക്കലൊക്കെ പൂർത്തിയായി. ഈ സംഘം ഇപ്പോൾ മംഗളൂരുവിൽ ക്യാമ്പ് ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ധർമ്മസ്ഥലിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഒരുപക്ഷെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ച്, ഭൂഗർഭ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഈ സ്ഥലത്ത് ഏതെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. അതല്ല, ഈ സ്ഥലം കിളച്ച് പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ നിർണായകമായൊരു മൊഴി നൽകിയ സാഹചര്യത്തിൽ ഈ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നാളെ ഈ സംഘം കടക്കുമോ എന്നതാണ്. ഇത്തരത്തിൽ നാളെ ധർമ്മസ്ഥല കൂട്ടക്കൊല പരമ്പര സംഭവത്തിൽ വെളിപ്പെടുത്തലിൽ വലിയ നിർണായകമായ നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക. ഏതായാലും കൂടുതൽ പോലീസിനെ ധർമ്മസ്ഥലയിലും അതുപോലെ തന്നെ ബൽത്തങ്ങാടിയിലും ഉജിരിയിലുമൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഈ കുടിച്ചിട്ടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കും. 200 മീറ്റർ ചുറ്റളവിൽ ആരെയും പ്രവേശിപ്പിക്കില്ല, പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കില്ല, മാധ്യമങ്ങളെ ഉൾപ്പെടെ മാറ്റി നിർത്തുമെന്നാണ് പറയുന്നത്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും തെരച്ചിൽ നടത്തുക. ഇന്നും ഈ 2 ദിവസം മൊഴിയെടുക്കൽ സമയത്തും അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു മുഴുവൻ വീഡിയോ ചിത്രീകരണം. ഇയാളുടെ മൊഴി ചിത്രീകരണം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് SIT സംഘം മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ നാളെ ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. നാളെ ഇത് സംബന്ധിച്ച ഒരു കൂടിയാലോചന നടക്കും. ഒരു പക്ഷേ നാളെ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചേക്കാം. അതല്ലെങ്കിൽ ഒരു ദിവസം വൈകി മറ്റന്നാളോടുകൂടി ഈ തെരച്ചിൽ നടത്തും. ഈ പ്രദേശത്ത് കൃത്യമായ സ്ഥലം മാർക്ക് ചെയ്യാനുള്ള നടപടികൾ നാളെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ഏകദേശം 1 മാസത്തോളമായി ധർമ്മസ്ഥല പോലീസ് കേസെടുത്തെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിപ്പോൾ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ മൊഴിയെടുക്കലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി IPS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു മൊഴിയെടുക്കൽ നടന്നത്. ഈ ധർമ്മസ്ഥലയിൽ നിന്നും ഭീഷണി ഉള്ളതുകൊണ്ടാണ് മംഗളൂരു കദ്രി പാർക്കിന് സമീപമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെത്തി ഇത്തരത്തിലുള്ള ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് ഈ സംഘം, പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ധർമ്മസ്ഥലയുടെ മണ്ണിൽ കുഴിച്ചിട്ട ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ അത് ഇനി പുറത്തു വരാൻ വലിയ താമസമുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ഒരു പോക്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടക DGPയുടെ മേൽനോട്ടത്തിലുള്ള 20 അംഗ സംഘമാണ്. IPS ഉദ്യോഗസ്ഥരുണ്ട്, DYSPമാർ അടങ്ങുന്ന സംഘമുണ്ട്. നേരത്തെ പല കേസുകളും തെളിയിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ പങ്കെടുക്കുന്ന ഒരു സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. എന്നാലും ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലുള്ള മുഴുവൻ രേഖകളും സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഒരു ടീം നേരത്തെ തന്നെ ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇത്തരം പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് നിർണായകമായ ഈ ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. ഇയാളുടെ മുഴുവൻ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ 8 മണിക്കൂറും ഇന്ന് 7 മണിക്കൂറും ഇത്തരത്തിൽ വലിയ ഒരു സമയമെടുത്താണ് ഈ മൊഴിയെടുക്കൽ പൂർത്തിയായത്. ഏതായാലും നേരത്തെ കോടതിയിൽ നൽകിയതിന് അപ്പുറം
കൂടുതൽ കാര്യങ്ങൾ SITക്ക് മുമ്പിൽ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സൂപ്പർവൈസർമാർ തന്നെ നിർബന്ധിച്ചു, ആ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യേണ്ടി വരും. അത്തരം നടപടികളിലേക്ക് നാളെ കടക്കുമോ? ഈ പരിശോധന നാളെ ഉണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച വിവരം നമുക്ക് ലഭിക്കും, അല്പം സമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഏതായാലും ധർമ്മസ്ഥലയിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീജ, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും